ആക്ടിവിസ്റ്റുകളെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കയറ്റിയത്. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആക്ടിവിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവന്ന് പോലീസ് വാഹനത്തിലും ആംബുലൻസിലും ഒക്കെയാണ് അവിടെ കൊണ്ടുപോയിട്ട് 18-ാം പടി ചവിട്ടിച്ചു എന്നുള്ളത് സത്യമാണ്. അതിപ്പോൾ പ്രേമേന്ദ്രനെതിരെ ആക്രമിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ മുഖ്യമന്ത്രി അത് ഓൺ ചെയ്താണല്ലോ. ഞങ്ങൾ രണ്ടുപേരെ സന്നിധാനത്ത് മല ചവിട്ടിച്ചു എന്നുള്ള കാര്യം ആ ദിവസം തന്നെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണ്. CPM തന്നെയാണ് അത് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെയാണ് കേരളം അത് കേട്ടത്. അവിശ്വാസികളായിട്ടുള്ള യുവതികളെ, ആക്ടിവിസ്റ്റുകളായിട്ടുള്ള യുവതികളെ സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയത്. ബീഫും പൊറോട്ടയും കൊടുത്തു എന്ന് എനിക്കറിഞ്ഞൂടാ, അത് ഞാൻ പ്രേമേന്ദ്രനോട് തന്നെ ചോദിക്കണം. പക്ഷേ സർക്കാർ തന്നെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പന്തളത്ത് സമ്മേളനം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തല ചോദിച്ചാണ്, ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ്സുകാർ, സന്ദീപ് വാര്യരടക്കമുള്ള കോൺഗ്രസ്സുകാർ ജയിലിൽ കിടന്നു, എത്ര BJP-ക്കാർ ജയിലിൽ കിടന്നു? അല്ല, ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം ഇന്നിപ്പോൾ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശന കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെയും ഒരു പൊടി പോലും പത്തനംതിട്ടയ്ക്ക് ഇപ്പുറത്ത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ആ കാലത്ത് മുഴുവൻ രാവും പകലും കഷ്ടപ്പെട്ട് എല്ലാ മർദ്ദനങ്ങളും കേസുകളൊക്കെ അനുഭവിച്ച് അതിനെ ചെറുത്തത് ഞങ്ങൾ മാത്രമാണ്. ഇതെല്ലാവരുടെയും കൺമുമ്പിലുള്ള കാര്യമാണ്. കോൺഗ്രസ്സുകാരെ നല്ല കതറ് പിഴിഞ്ഞിട്ടിട്ട് പത്തനംതിട്ടയിൽ ഒരു വലിയ പന്തൽ കെട്ടി അവിടെ ഇരിക്കുകയായിരുന്നു. രാവും പകലും ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിത്തല വരുന്നു, മറ്റേ സതീശൻ വരുന്നു, സുധാകരൻ വരുന്നു, ആൻ്റണി വരുന്നു. പത്തനംതിട്ടയ്ക്ക് ഇപ്പുറം എത്ര കിലോമീറ്റർ ഉണ്ട് സന്നിധാനത്തേക്ക്? അവരാരും വന്നിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വർത്തമാനമൊന്നും പറയണ്ട. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത അയ്യപ്പൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ജാഥ ക്യാപ്റ്റൻ തന്നെ വഴിയിൽ വെച്ചിട്ട് മുങ്ങുമോ? കാരണം ഇത് അവരുടെ പുനഃസംഘടനയാണ് അവർക്ക് പ്രശ്നം എന്നുള്ളതല്ലേ. അപ്പോൾ അയ്യപ്പൻ്റെ കാര്യത്തിലല്ലല്ലോ. ജാഥ നടത്തിയത് അയ്യപ്പൻ്റെ കാര്യത്തിൽ. പക്ഷേ എൻ്റെ ഗ്രൂപ്പുകാരെ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ മുങ്ങുന്ന ജാഥ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ? പിന്നെ അവസാനം 10 മണിക്ക് മൈക്ക് ഓഫ് ആക്കേണ്ട സമയമായപ്പോഴല്ലേ അയാൾ വന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത ഇവിടെ എല്ലാവർക്കും അറിയാം. അത് വേറെ വിഷയം.